ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴം കൊണ്ട് ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി നമ്മൾ കുരു കളഞ്ഞിട്ട് ഈത്തപ്പഴം മുറിച്ച് പീസാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ജാറിലേക്ക് നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള ഈത്തപ്പഴം കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇനി ഇവിടെ മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ച് വെച്ച ആ ഈത്തപ്പഴവും പഞ്ചസാരയൊക്കെ മിക്സ് ആയത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. മാവ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് നമുക്ക് ആ മാവ് ഇട്ട് കൊടുക്കാം. ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. രുചികരമായ ഈത്തപ്പഴം റെസിപ്പി റെഡി. ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇഷ്ടമാവും. നല്ല വെറൈറ്റി ടേസ്റ്റാണ്. ഈ ഏലക്കായൊക്കെ ഇടുമ്പോൾ ഡയറക്റ്റായിട്ട് തിന്നാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഹെൽത്തി ഫുഡാണ്. വീഡിയോ കാണി. താങ്ക് യു ഫോർ വാച്ചിങ്. Subscribe. Thank you for watching. Assalamualaikum. Hello. Thank you for watching. Please subscribe, share. Assalamualaikum.